ഹലോ ഗുഡ് മോർണിംഗ് ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നെറ്റ് സോഷ്യൽ വർക്കിന്റെ ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ 2025 സൈക്കിളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് കാണാം. മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിമെൻഷ്യ കെയർ the term malignant social psychology was coined by. malignant social psychology എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്ന ആരാന്ന് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, കിട്ടുന്നുണ്ടോ? 4 ഓതേഴ്സിന്റെ പേരാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യം വരാറുണ്ട് അല്ലെ. നമ്മൾ അപ്പോഴായിരിക്കും ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ, മാലിഗ്നന്റ് സോഷ്യൽ സൈക്കോളജി. പക്ഷേ ഈ ടേം നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും, പക്ഷെ അത് ആരാണ് കോയിൻ ചെയ്തത് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയാത്തുണ്ടായിരിക്കാം. സോ അതിന്റെ ആൻസർ വരുന്നത് ടോണി കിറ്റ്വുഡ് ആണ്. ടോണി കിറ്റ്വുഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ് ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഡിമെൻഷ്യ കെയറുമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്കറിയാം എൽഡർലി കെയറിൽ നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ അറിയുന്നതായിരിക്കും ഈ ഒരു ടേം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിന്റെ ചെറിയ കുറച്ചൊരു എക്സ്പ്ലനേഷൻ നോക്കാം. കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടോണി കിറ്റ്വുഡ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഡിമെൻഷ്യ കെയറുമായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സൈക്കോളജിസ്റ്റ് ആണ്. പുള്ളിയാണ് മാലിഗ്നന്റ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്, MSP എന്ന് പറയുന്നത് മാലിഗ്നന്റ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് കൊണ്ടൊന്നുള്ളതല്ല, പക്ഷെ അവന് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവത്തെ ആ ഒരു കൺസെപ്റ്റ് ആക്കി അല്ലെങ്കിൽ ആ ഒരു ടേം ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഇന്നതാണ് ഈ ഒരു സംഭവം, ഇതിനെ നമുക്ക് വിളിക്കാം എന്നുള്ളൊരു സംഭവം പറയുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ഹാം ദ പേഴ്സൺഹുഡ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിമെൻഷ്യ. ഡിമെൻഷ്യ ഉള്ള വ്യക്തികളുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സൺഹുഡിനെ ഹാം ചെയ്യുന്നതായിട്ടുള്ള ഇന്ററാക്ഷൻസിനെയും ബിഹേവിയേഴ്സിനെയും നെഗറ്റീവ് ആയിട്ടുള്ള കേട്ടോ, അത് ശ്രദ്ധിക്കണം, നെഗറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിനെയും ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാലിഗ്നന്റ് സോഷ്യൽ സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടേം വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിനെയാണ്. ഓൾറെഡി ഡിമെൻഷ്യ ഉള്ള വ്യക്തി, അപ്പൊ ആ വ്യക്തിക്ക് ഒരു പേഴ്സൺഹുഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. അതിനെ മോശമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിനെയും ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ MSPയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെ വരാം? ഇഗ്നോർ ചെയ്യുക, വ്യക്തികളെ ഇഗ്നോർ ചെയ്യുക, അവരെ ഇൻഫാന്റലൈസ് ചെയ്യുക, അവരെ ലേബൽ ചെയ്യുക, അതായത് ഡീമീനിങ് അവേ അവരെ അങ്ങനെ അവരെന്തെങ്കിലും ലാബിൽ ചെയ്യുക, ടാഗിങ് കൊടുക്കുക തുടങ്ങിയ സംഭവങ്ങളെല്ലാം എന്താണ് ആ വ്യക്തികളുടെ വ്യക്തിത്വത്തെ. നമുക്ക് അറിയുന്നില്ല ഡിമെൻഷ്യ ഉള്ള വ്യക്തികൾ, ഡിമെൻഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് അറിയുന്നില്ല, പ്രായമായ വ്യക്തികളിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിമെൻഷ്യ ഉള്ള സമയത്ത് എന്താണ് നമ്മൾ ഡിമെൻഷ്യ ഉള്ള വ്യക്തികളെ ഹാൻഡിൽ ചെയ്യുന്ന ഡിമെൻഷ്യ കെയറിന്റെ വർക്ക്ഷോപ്സ് ഒക്കെ ഒരുപാട് നടക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ. ഇംഹാൻസിലൊക്കെ മുന്നൊരുപാട് നടന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കെയറിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ഒരു കെയറിംഗ് ഒന്നും കിട്ടാത്ത വ്യക്തികൾ എങ്ങനെയായിരിക്കും ഡിമെൻഷ്യ ഉള്ള വ്യക്തികളെ നേരിടുന്നുണ്ടായിരിക്കുക? ഒരു മറവിയുള്ള മനുഷ്യൻ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ മറവിയുള്ള മനുഷ്യൻ അത് ഓർമ്മ ഉണ്ടാവില്ല, അതിന് ഒരു നമ്മളിവിടെ അത്തും പിത്തും ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അത്തും പിത്തും ഉണ്ടാവില്ല എന്നുള്ള രീതി നമ്മൾ വിടുകയും ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് അവരോടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ ആയിരിക്കും അവർ കിട്ടുന്നുണ്ടായിരിക്കും. അത് അവരുടെ കണ്ടീഷൻ മെച്ചപ്പെടുത്തുകയാണോ ചെയ്യുക, വേഴ്സൺ ചെയ്യുകയാണ് ചെയ്യുക, കമ്പാരിറ്റീവ്ലി വേഴ്സൺ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാലിഗ്നന്റ് സോഷ്യൽ സൈക്കോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരി. ടോണി കിറ്റ്വുഡ് ആണ് ആ ഒരു ടേം നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കി എറിക് ബേണുമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു തിയറി ഉണ്ട്. ആ തിയറി തന്നെയാണ് ഇതിന്റെ ഉത്തരം. അതായത് നമ്മൾ ഈ ഒരു തിയറി പഠിക്കുന്ന സമയത്തായിരിക്കും പുള്ളിയുടെ പേര് ഏറ്റവും കൂടുതൽ പറയുന്നുണ്ടായിരിക്കും. എറിക് ബേൺ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഏതാണ് ആ തിയറി? എറിക് ബേണിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പേര് അത്യാവശ്യം ഫേമസ് ആണ്. നമ്മൾ ഈ തിയറി പഠിക്കുന്ന സമയത്ത് എന്തായാലും പുള്ളിയുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഇതിലെന്താ പറയുന്നത്? പ്രൊപ്പോണ്ടർ ഓഫ് ഡാഷ് സ്റ്റേറ്റഡ് ദാറ്റ് ദ പേഴ്സണാലിറ്റി തിയറി ഈസ് ബേസ്ഡ് ഓൺ ചൈൽഡ്, പാരന്റ് ആൻഡ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. ഇനിയിപ്പോ എറിക് ബേണിനെ അറിയില്ലെങ്കിൽ പോലും ചൈൽഡ് ഈഗോ, പാരന്റ് ഈഗോ, അഡൾട്ട് ഈഗോ, ഈ 3 ഈഗോയും തമ്മിൽ 2 കോളത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ചൈൽഡ് ഈഗോ, പാരന്റ് ഈഗോ, അഡൾട്ട് ഈഗോ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് തമ്മിൽ മാച്ചിങ് ഒക്കെ വരച്ചിട്ടുള്ള ഒരു തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേതാ തിയറി വരുന്നത്? ട്രാൻസാക്ഷണൽ അനാലിസിസ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഓരോ ഈഗോ സ്റ്റേറ്റ്സും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ആ ഒരു തിയറിയിൽ പറയുന്നത്. ചൈൽഡ് ഈഗോ, പാരന്റ് ഈഗോ, അഡൾട്ട് ഈഗോ, ഈ ഒരു 3 ഈഗോ. ഈ പാരന്റ് ഈഗോ തന്നെ ഇതിൽ നമ്മൾ പറയാറില്ലേ, നറിഷിംഗ് പാരന്റ് ഉണ്ടായിരിക്കും, ക്രിട്ടിക്കൽ പാരന്റ് ഉണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു തിയറിയിൽ കേട്ടോ. നമ്മൾ ക്ലാസ്സസിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് ആണ് ആ ഒരു തിയറി വരുന്നത്. എറിക് ബേൺ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. 3 ഈഗോ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് പേഴ്സണാലിറ്റിനെ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് അത്. ഓക്കെ, ശരി. ട്രാൻസാക്ഷണൽ അനാലിസിസ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അസേർഷൻ റീസൺ. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അസേർഷൻ റീസണിൽ നിങ്ങൾക്ക് ഏറ്റവും സുഖം വരിക ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ സുഖമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷനിൽ എളുപ്പമാണ്. ഐതർ അസേർഷൻ റോങ് അല്ലെങ്കിൽ റീസൺ റോങ്, ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ 2 സ്റ്റേറ്റ്മെന്റ് ശരിയായി കഴിഞ്ഞാലാണ് നമുക്ക് ഡൗട്ട് വരിക, ഇത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ, ഇത് ഇതിനെ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് വരും. ജസ്റ്റ് നോക്കിയാൽ ഇത്
ഭയങ്കര ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഇൻ ദ പ്രസന്റ് ഡേ സൊസൈറ്റി ഒരു ഇത് പറഞ്ഞിരിക്കുക, കണ്ടീഷൻ പറഞ്ഞിരിക്കുക നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞിട്ട് അത് തെറ്റും നിങ്ങൾ വിചാരിക്കേണ്ട. എന്തായാലും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇൻ ദ പ്രസന്റ് ഡേ സൊസൈറ്റി പീപ്പിൾ live in an increasingly international world in which technology spreads unsettling news around the globe, creating a deepening sense of distress about such critical events as civil strife, tsunami, pandemic. അല്ലെ, ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ന്യൂസുകൾ സെറ്റിൽ ചെയ്യുന്നു, അൺസെറ്റിലിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ വേൾഡ് മൊത്തം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രസ്. ഇപ്പൊ നമുക്ക് അറിയുന്നില്ല യുഎഇയിൽ യുദ്ധം നടക്കുന്നു, യുദ്ധത്തിന്റെ ന്യൂസ് നമുക്ക് ഇവിടുന്ന് കാണുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരും, അയ്യോ അവിടെ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരം ആക്ച്വലി ആ ഒരു അതേ അവിടെ യുദ്ധത്തിന്റെ അതേ ഇന്റൻസിറ്റിയിലായിരിക്കില്ല ചിലപ്പോൾ ഇവിടെ ന്യൂസ് വരുന്നുണ്ടാവും. അതിനേക്കാൾ എത്രയോ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും ഇവിടെ പറയാം. അത് മൊത്തം അവിടെ പൊട്ടിത്തെറിച്ച് ഇപ്പൊ തീരുന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഇവിടെ പറയുന്നുണ്ടായിരിക്കും നമ്മളോട്, അല്ലെ. ഭയങ്കര ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ. കാരണം സെൻസേഷണലൈസേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റാദർ ദാൻ സെൻസിറ്റൈസേഷൻ. നമ്മൾ എപ്പോഴും പറയുന്നല്ലേ മീഡിയ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സെൻസേഷണലൈസേഷൻ റാദർ ദാൻ സെൻസിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവം, അല്ലെ. അപ്പൊ അതിനായിരിക്കും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് ആളുകൾ ഡിസ്ട്രസ് ഉണ്ടാവുന്നു എന്നുള്ളൊരു സംഭവമൊക്കെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അസേഷൻ വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും ശരിയായിരിക്കും. അത് അവിടെ നിർത്തുക, അസേഷൻ ശരിയാണ്. ഇനി റോബർട്ട് ലിഫ്റ്റൺ, ഈ സൈക്യാട്രിസ്റ്റ്, predicted the current state of constant anxiety and threats and pulse of daily life, cautioned that technology would increase people's sense of unease എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, അസേഷനിൽ പറഞ്ഞിരിക്കുന്ന അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലല്ലേ റോബർട്ട് ലിഫ്റ്റന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്, റീസൺ കൊടുത്തിരിക്കുന്നത്. നോക്കി, അസേഷനിൽ പറയുന്നു എന്ത്, ടെക്നോളജി അൺസെറ്റിൽഡ് ആയിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നു, അതുവഴി ആളുകളിൽ ഡിസ്ട്രസ് ഉണ്ടാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, റോബർട്ട് ലിഫ്റ്റൺ ഒരു സൈക്യാട്രിസ്റ്റ് ആണ്, പുള്ളി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഡെയിലി ലൈഫിൽ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജി വെച്ചിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് പറ്റും എന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് റീസണിൽ പറഞ്ഞിരിക്കുന്നത്. സോ അസേഷനിൽ പറഞ്ഞിരിക്കുന്നതിനെ റീസൺ ചെയ്യല്ലേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. അതെ, ഇപ്പൊ കറക്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തിങ് കറക്റ്റ് ആണ്, സെക്കൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു റോബർട്ട് ലിഫ്റ്റൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഒറ്റമിക്ക കേസസിലും ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവർ തെറ്റിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പൊ റോബർട്ട് ലിഫ്റ്റൺ എന്ന് പറയുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ എത്രയോ സൈക്കാട്രിസ്റ്റുകൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റത്തില്ലായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഓതറിന്റെ പേര് മാറ്റി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ല തിയറി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഡ് ഈഗോ സൂപ്പർ ഈഗോ പ്രപ്പോസ് ചെയ്തത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എറിക് ബേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവണം അത് തെറ്റാണ്. ഇഡ് ഈഗോ സൂപ്പർ ഈഗോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. അത്രയും ബേസിക് ആയിട്ടുള്ള സാധനമൊക്കെയാണ് തെറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ. പക്ഷെ ഇതെന്താ, റോബർട്ട് ലിഫ്റ്റൺ ആരോ എവിടെയോ എന്തോ പറഞ്ഞു എന്നുള്ളൊരു സംഭവത്തിൽ നിങ്ങൾ വിട്ട് കളയാതെ ശരിയാവുന്ന എന്തായാലും വിചാരിക്കുക. സോ അസേഷനും റീസണും കറക്റ്റ് ആണ്, അതതിനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ വരിക, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് ശരിയാവാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അൺലെസ് ആൻഡ് അണ്ടിൽ അത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും തിയറിയുടെ ഭാഗം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന ആരുടെയൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ, അതേപോലെ എറിക് ബേണിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് വരുന്നുണ്ട്, പിന്നെ എറിക്സന്റെ തിയറീസ് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ബേസിക് തിയറീസ് അല്ലാത്ത പക്ഷം അത് ശരിയായിരിക്കും തന്നെ വിചാരിക്കുക. ഓക്കെ, ബേസിക് തിയറീസും ശരിയായിട്ട് വരാം. അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു നോളജ് വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ശരി, അടുത്തത് വീണ്ടും അസേഷൻ റീസൺ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. It has been often pointed out that changes in GDP, ഇത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Changes in GDP are strongly correlated with changes in economic well-being. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ പറയാം, നമ്മുടെ രാജ്യത്തിന്റെ GDP ഇത്രയാണ്, രാജ്യത്തിന്റെ GDP കൂടുന്നു, GDP കുറയുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ GDP-യിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കോറിലേറ്റ് ചെയ്യുന്നുണ്ട് എന്തുമായിട്ട്, എക്കണോമിക് വെൽബീയിങ്ങുമായിട്ട്, വ്യക്തികളുടെ എക്കണോമിക് വെൽബീയിങ് കോറിലേറ്റ് ചെയ്യുന്നു. വ്യക്തികളുടെ ഒന്നും കൂടി പറഞ്ഞിട്ടില്ല, എക്കണോമിക് വെൽബീയിങ് ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു പേടിക്കേണ്ട കാര്യമില്ല. അതായത് പോസിറ്റീവിലാണോ കോറിലേറ്റ് ചെയ്യുന്നത്, നെഗറ്റീവിലാണോ കോറിലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയതൊന്നും പറഞ്ഞില്ല. GDP കൂടുമ്പോൾ എക്കണോമിക് വെൽബീയിങ് കുറയുന്നോ കൂടുന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. കോറിലേഷൻ ഉണ്ട്, എന്തോ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, അതൊരു വളരെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാണെന്ന് തന്നെ വിചാരിക്കാം. Economists and a non-economist, however, state that GDP is an imperfect measure of broader well-being. ബ്രോഡർ വെൽബീയിങ്ങിന്റെ ഒരു ഇംപെർഫെക്റ്റ് മെഷർ ആയിട്ടാണ് GDP-നെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാട്ടോ. നമ്മൾ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അറിയുന്ന ഒരു സംഭവമായിരിക്കും. GDP എന്ന് പറയുന്നത് ഒരു ഇംപെർഫെക്റ്റ് മെഷർ ആണ്. GDP കൂടി എന്നുള്ളതുകൊണ്ട് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കൂടി എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതൊരു ബ്രോഡർ ലെവലിൽ നമ്മൾ വെൽബീയിങ് ഉറപ്പുവരുത്തി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു പരിധി വരെയൊക്കെ പറയാം, പക്ഷെ ഒരു ബ്രോഡർ വെൽബീയിങ്ങിനെ നമ്മൾ ഉറപ്പുവരുത്തി നമുക്ക് അത് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു ഇംപെർഫെക്റ്റ് മെഷർ ആയിട്ട് തന്നെ അത്
ഒപ്പീനിയൻ ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, എക്കണോമിസ്റ്റും നോൺ എക്കണോമിസ്റ്റുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവരങ്ങനെ പറഞ്ഞോട്ടെ, അവർ പറയുന്നില്ല എന്ന്. ഇപ്പൊ ഞാൻ ഒരു നോൺ എക്കണോമിസ്റ്റ്, എനിക്ക് പറഞ്ഞൂടെ? ഞാൻ പറയാണ് GDP ഈസ് ആൻ ഇംപെർഫെക്റ്റ് മെഷർ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കോ, ഓക്കെ ഇത് ശരിയാവാനുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു ജനറൽ ആയിട്ടുള്ള സംഭവം അല്ലേ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അസേഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് എന്ത് പറയരുത്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയരുത്. മേലെന്താ പറഞ്ഞിരിക്കുന്നത്, സ്ട്രോങ്ലി കോറിലേറ്റ് ചെയ്യുന്നുണ്ട് എക്കണോമിക് വെൽബീങ്ങിനെ. താഴെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതൊരു ഇംപെർഫെക്റ്റ് മെഷർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ശരിയാണ്, പക്ഷെ ഒന്നിന്റെ എക്സ്പ്ലനേഷൻ ആണോ? രണ്ടും കൗണ്ടർ സ്റ്റേറ്റ്മെന്റ്സ് ആ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഒന്ന് കോറിലേറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നു, താഴെ പറയുന്നത് ഒരു ഇംപെർഫെക്റ്റ് മെഷർ ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തല്ല, അത് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അത് ഒന്നിന്റെ എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാ വരിക, അസേഷനും റീസണും കറക്റ്റ് ആണ്, പക്ഷെ എന്തല്ല, വിച്ച് ഈസ് നോട്ട് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് എ. അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ബി എന്ന് പറയുന്ന ഓപ്ഷൻ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവ് വരിക കേട്ടോ. അസേഷനും റീസണും കറക്റ്റ് ആണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളത് വളരെ കുറവ് വരും. പക്ഷെ ഇപ്രാവശ്യം കീഴിൽ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് എങ്ങനെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, എങ്ങനെയെങ്കിലും അതിന് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ട് സംഭവങ്ങളെ തമ്മിൽ, ഒരു ബന്ധമില്ലാത്ത രണ്ട് സംഭവങ്ങളെ പോലും നമ്മൾ കണക്ട് ചെയ്ത് എക്സാമിനൊക്കെ പൊലിപ്പിച്ച് എഴുതുന്നില്ല. അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് നമുക്ക് എന്താണ്, അത് കറക്റ്റ് ആയിട്ട് വരാൻ ചാൻസസ് കൂടുതലാണ്. സോ ബി വരുന്നത് കുറവാണ്, പക്ഷെ വരില്ല എന്നൊരു അർത്ഥമില്ല. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, ഡെവലപ്പിംഗ് മെഷർമെന്റ് ടൂൾസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേജസ് ഓഫ് ടെക്നിക്ക് ഇത് നിങ്ങൾക്ക് ഒരു മെഷർമെന്റ് ടൂൾ ഉണ്ടാക്കണം, ഒരു ഇൻഡെക്സ് ആണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ വിചാരിച്ചോ. അപ്പൊ അതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എങ്ങനെയാണ് നിങ്ങൾ ഇൻഡെക്സ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുക, പിന്നെന്താ, കൺസെപ്റ്റ് ഡെവലപ്മെന്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ഡയമെൻഷൻസ്, ഫോർമേഷൻ ഓഫ് ഇൻഡെക്സ്. എളുപ്പമല്ലോ. അപ്പൊ നോക്കിയാൽ നമുക്ക് ഇൻഡെക്സ് ആണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഒരു മെഷർമെന്റ് ടൂൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻഡെക്സ് ആണ് ഇവിടെ ഉണ്ടാക്കണവര്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ഉണ്ടാക്കുക എന്നുള്ളത് ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ വരിക. ഓക്കെ, അപ്പൊ ഞാൻ ഇൻഡെക്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഫോർത്ത് ഓപ്ഷൻ ആക്കി വെച്ചു. അത് ഏറ്റവും അവസാനമാണ് ഞാൻ ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. ഡി ആണ് എനിക്ക് ഏറ്റവും അവസാനം വേണ്ടത്. ശരി, ഇനി ബാക്കി മൂന്നെണ്ണം അപ്പൊ നോക്കിയാൽ മതി. ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു, കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, സ്പെസിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ഡയമെൻഷൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മെഷർ ചെയ്യണം. അപ്പൊ മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു എന്താ മെഷർ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടേ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണ്ടേ. കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടല്ലേ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കൺസെപ്റ്റ് ഡയമെൻഷൻസിന് എന്താണ് കൺസെപ്റ്റ് ഡയമെൻഷൻസ് സ്പെസിഫൈ ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സിനെ സെലക്ട് ചെയ്തു. ബാക്കി എന്ത് ചെയ്തു, ഫോർമേഷൻ ഓഫ് ഇൻഡെക്സ്. സിമ്പിൾ ആണ്, 4 സ്റ്റെപ്പേ കൊടുത്തിട്ടുള്ളൂ. 10-15 സ്റ്റെപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ചിലത് 6-7 സ്റ്റെപ്പ് വരെ കൊടുക്കാറുണ്ട്, അതുപോലും കൊടുത്തിട്ടില്ല. ഇവിടെ 4 സ്റ്റെപ്പേ ഉള്ളൂ, എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു, കൺസെപ്റ്റിന്റെ ഡയമെൻഷൻസ് സ്പെസിഫൈ ചെയ്തു, അത് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ സെലക്ട് ചെയ്തു, ഇൻഡെക്സ് ഫോം ചെയ്തു. 4 സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെ വരുന്ന അതിന്റെ ഓപ്ഷൻസ് BCAD എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി, ഇതേ കിടക്കുന്നു, സെക്കൻഡ് ഓപ്ഷൻ അല്ലെ. BCAD എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു 4 സാധനം വായിക്കുന്ന സമയത്ത് ഇൻഡെക്സ് എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. 4 സംഭവം കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കുക ഫോർമേഷൻ ഓഫ് ഇൻഡെക്സ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതെന്തായാലും ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഡിയിലാണ് അവസാനിപ്പിക്കേണ്ടത്. ഡിയിൽ അവസാനിക്കുന്ന കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ. ഒന്നെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും എന്നുള്ള ഒറ്റയടിക്ക് കിട്ടിയില്ലേ. ബാക്കി എന്താ വരുന്നത്, പിന്നെ C സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പൊ സീനെ നിങ്ങൾക്ക് ഉറപ്പിച്ചു, C രണ്ടാമതാണ് എന്തായാലും വരുന്നത് എന്നുള്ളത്. പിന്നെ ബാക്കി 2 മാത്രമേ ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ. എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ഓപ്ഷൻസ് ഇങ്ങനെ നോക്കണം കേട്ടോ. ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, നമ്മളുടെ ഒരു ലോജിക്കൽ ഗസ്സിംഗിലേക്ക് ഓപ്ഷനിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ സ്റ്റെപ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 4 സ്റ്റെപ്പ് ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് ആരെങ്കിലും എക്സാം ഹാളിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും ഉണ്ടായിരിക്കില്ല. മേ ബി ഇങ്ങനെ ഒരു സ്റ്റെപ്പുകൾ ചിലപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചത് ഈ സ്റ്റെപ്പ് ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഇൻഡെക്സ് ഉണ്ടാക്കണതിന്റെ സ്റ്റെപ്പ് ഒക്കെ, പക്ഷെ അത് ഈ സ്റ്റെപ്പ് ആയിരിക്കില്ല, ഈ വേർഡ്സ് ആയിരിക്കില്ല അതിൽ ഉണ്ടായിരിക്കുക. പിന്നെ എങ്ങനെയാ നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ചിട്ടാണ് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The regular failure to meet a child's basic need of food and clothing related to physical and psychological care is an example of. എളുപ്പമുള്ള ചോദ്യമാണ്. നോക്കിയേ, ഒരു കുട്ടിയുടെ ബേസിക് നീഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് ക്ലോത്തിങ് അത് നമുക്ക് ഇതാക്കാൻ പറ്റുന്നില്ല, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡും ക്ലോത്തും ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് ആ കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കെയറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. റെഗുലർ ആയിട്ട് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈക്കോസോഷ്യൽ അബ്യൂസ് ആണോ, സെക്ഷൽ അബ്യൂസ് ആണോ, ഫിസിക്കൽ അബ്യൂസ് ആണോ, നെഗ്ലക്റ്റ് ആണോ? നമ്മൾ ക്വസ്റ്റ്യനിൽ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കെയർ എന്നൊന്നും കണ്ടതുകൊണ്ട് നിങ്ങൾ നേരെ ഫിസിക്കൽ അബ്യൂസ്
സെക്ഷൽ അബ്യൂസ് എന്നൊന്നും എഴുതരുത്, അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ അബ്യൂസ് എന്നൊന്നും എഴുതരുത്. അത് എന്തിന്റെ എക്സാമ്പിൾ ആണ് വരുന്നത്? ഇറ്റ് നെഗ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവഗണിക്കുക, അവഗണന എന്നുള്ള സംഭവമല്ലേ, കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള നെഗ്ലക്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കിക്കോ. നോക്കിയേ, ഫിസിക്കൽ അബ്യൂസിൽ എന്തൊക്കെയാ വരിക? നമ്മൾ ഹിറ്റ് ചെയ്യുന്നു, ആ കുട്ടീനെ ഇൻജുർ ചെയ്യുന്നു, മുറിപ്പെടുത്തുന്നു, പിച്ചുന്നു, നുള്ളുന്നു, അടിക്കുന്നു, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ അബ്യൂസിന്റെ ഭാഗമാണ്. സെക്ഷൽ അബ്യൂസ് എന്താ നിങ്ങൾക്ക് അറിയുന്നല്ലേ? സെക്ഷലി ആ കുട്ടീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ്സ് കൊടുക്കുന്നു. നെഗ്ലക്ട് ഈസ് അബൌട്ട് ഒമിഷൻ നോട്ട് കമ്മീഷൻ. എന്താ ഉദ്ദേശിക്കുന്നത് ഒമിഷൻ എന്നുള്ളത്? നെഗ്ലക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ആ കുട്ടിക്ക് ഒന്നും കൊടുക്കുന്നില്ല, അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല, അതാണ് എന്തെന്ന് പറയുന്നത്? നെഗ്ലക്ട് എന്ന് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള അബ്യൂസ് ഒക്കെ എങ്ങനെയാണ്? കമ്മീഷൻ ആണ്. നമ്മൾ ആ കുട്ടീനെ എന്തോ ചെയ്യുന്നുണ്ട്, അവിടെ കമ്മീഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ആ കുട്ടീനെ തൊടുന്നു, അതൊരു കമ്മീഷൻ ആണ് അല്ലെ? അടിക്കുന്നു, അതൊരു നമ്മൾ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അവിടെ ആക്ട് നടക്കുന്നുണ്ട്. പക്ഷെ നെഗ്ലക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് ഒമിഷൻ, ഒഴിവാക്കലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അവിടെ ഒഴിവാക്കുന്നു നമ്മൾ. മറ്റോടത്ത് അങ്ങനെയല്ല, ഒഴിവാക്കലല്ല, നമ്മൾ എന്താണ് അവിടെ ഒരു ആക്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സൈക്കോ സോഷ്യൽ അബ്യൂസ് എന്താണ്? ഇമോഷണൽ ഹാം, ഹ്യൂമിലിയേഷൻ, സോഷ്യൽ ഐസൊലേഷൻ എല്ലാം തുടങ്ങിയതാണ് സൈക്കോ സോഷ്യൽ അബ്യൂസ് എന്ന് പറയുന്നത്. നെഗ്ലക്ട് നോട്ട് ഗിവിംഗ് വാട്ട് എ ചൈൽഡ് നീഡ്സ്, ഒരു കുട്ടിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കാതിരിക്കുന്നതാണ് നെഗ്ലക്ട്. അബ്യൂസ് എന്താ? ആക്റ്റീവ്ലി ഡൂയിങ് ഹാം, നമ്മൾ ആ കുട്ടീനെ ഉപദ്രവിക്കുന്നതാണ്, നമ്മൾ അവിടെ ഒരു ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തോ അവിടെ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നതാണ് അബ്യൂസ്, ചെയ്യാതിരിക്കുന്നതാണ് നെഗ്ലക്ട്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നെഗറ്റീവായ സംഭവം ചെയ്യുന്നതാണ് നമ്മൾ ചിന്തിക്കണം. ആ കുട്ടിക്ക് നല്ലൊരു കാര്യം ചെയ്തു കൊടുത്ത് അബ്യൂസ് എന്നല്ല പറയുന്നത് ഞാൻ. നെഗറ്റീവായിട്ട് ആ കുട്ടിയുടെ മേലെ ഹാം ചെയ്യുന്ന ഒരു സംഭവം ചെയ്യുന്നതാണ് അബ്യൂസ്. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നെഗ്ലക്ട് എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നു. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, വിച്ച് അമെൻമെന്റ് ആഡഡ് ദ വേർഡ് സെക്യുലർ ടു ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നോക്കിക്കോ, ഇത് എത്രാമത്തെ ക്വസ്റ്റിനെ വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചെയ്തു ഓൾറെഡി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 44th അമെൻമെന്റിന്റെ ഭാഗമായിട്ട് വന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി മാറ്റിയ കാര്യമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലെ? നോക്കിക്കോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പോർട്ടിന് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ആദ്യത്തെ 17ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയിട്ടേ ഉള്ളൂ. 50 തൊട്ടിട്ടാണല്ലോ നമ്മുടെ സബ്ജക്ട് പേപ്പർ തുടങ്ങുന്നത്. 67 എത്തിയിട്ടുള്ളൂ, അപ്പോഴേക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നു നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് അമെൻമെന്റ് ആഡഡ് ദ വേർഡ് സെക്യുലർ ടു ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലേക്ക് സെക്യുലർ എന്നുള്ള വേർഡ് ആഡ് ചെയ്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 44th അമെൻമെന്റ് ആണോ, 42nd അമെൻമെന്റ് ആണോ, 52nd ആണോ, 86th ആണോ? കിട്ടുന്നുണ്ടോ നോക്കിയാൽ ഭയങ്കര എളുപ്പമുള്ളതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ലഘു ഭരണഘടന എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. കാരണം അത്രയും മാറ്റങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നത് ഈ ഒരു അമെൻമെന്റ് വഴിയാണ്. സോ അത് ഏതാ വരുന്നത്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് കേട്ടോ. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി തുടങ്ങിയ വാക്കുകളെല്ലാം നമ്മളുടെ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയാമ്പിൾ ഉണ്ടല്ലോ തുടക്കത്തിൽ, അതിലേക്ക് സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ ഒരു 3 വാക്കുകൾ ആഡ് ചെയ്തത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ 51A ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അമെൻമെന്റ് ഏതാ? 42nd അമെൻമെന്റ് ആക്ട് 1976. ഓക്കെ, ശരി, മറക്കരുത് കേട്ടോ. 44th എന്താന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടു, ലീഗൽ റൈറ്റ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 300A ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി കിടക്കുന്നത്, അത് 42nd അമെൻമെന്റിൽ കേട്ടോ. ശരി, അടുത്ത് നോക്കിയേ, എക്സാമ്പിൾ ഓഫ് കേസ് സ്റ്റഡി മെത്തേഡ്സ് ആർ. നോക്കിയേ, കേസ് സ്റ്റഡി മെത്തേഡ്. അപ്പൊ നമുക്കറിയാം കേസ് സ്റ്റഡി ഒരു ക്വാളിറ്റേറ്റീവ് മെഷർ ആണ്. അങ്ങനെ ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കേസ് സ്റ്റഡി എന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കേസ് സ്റ്റഡി എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. കേസ് സ്റ്റഡി മെത്തേഡിന്റെ എക്സാമ്പിൾ ഏതാണ്? കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കേസ് സ്റ്റഡി എന്തായിരുന്നു? ഒരു ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് വെച്ച് ചിന്തിച്ചു നോക്കിക്കുക. കേസ് കമ്പാരിസൺ മെത്തേഡ്സ് കേസ് സ്റ്റഡി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്താണ്? ക്വാളിറ്റി അതിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാം. എത്നോഗ്രഫിക് മെത്തേഡ്. എത്നോഗ്രഫി എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? എത്തനോ എന്നുള്ള വേർഡ് എപ്പോഴും കൾച്ചർ എന്നുള്ള വേർഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. എത്തനോ കൾച്ചർ. അപ്പൊ കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ കൾച്ചർ എന്നുള്ളൊരു സംഭവം നിങ്ങൾ മാച്ച് ഫോളോയിങ്ങിൽ എപ്പോഴും ചോദിക്കുന്നതാണ് എത്തനോഗ്രഫിക്സ് എന്നുള്ള സംഭവം ഉണ്ടായിരിക്കും. ഇപ്പുറത്ത് എവിടെയെങ്കിലും ഒരു കൾച്ചർ എന്നുള്ള വാക്ക് അവർ തന്നിട്ടുണ്ടായിരിക്കും. അതൊരു കീവേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്സിസ്റ്റെ കാണിക്കാൻ വേണ്ടി ക്ലാസ് എഴുതുന്ന പോലെയാണ് എത്തനോ എന്നുള്ള വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് കൾച്ചർ എന്നുള്ള ഒരു വേർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് എങ്ങനെയാലും നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റണം. അപ്പൊ എത്തനോഗ്രാഫിക് മെത്തേഡ്സ് അത് ആക്ച്വലി കേസ് സ്റ്റഡിയുടെ മെത്തേഡാണ്. റെക്കോർഡിംഗ് ബിഹേവിയേഴ്സ് ഓൺ സെൽഫ് ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്. നമുക്ക് സ്കെയിലുകൾ, നിങ്ങൾ എന്ത് സ്റ്റഡീസിലാണ് കൂടുതലും സ്കെയിലുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം? കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതൽ സ്കെയിലുകൾ എവിടെ വരുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിലാണ് വരുന്നത്. ആ ഒരു ലോജിക്കലെങ്കിലും നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. സ്കെയിലുകൾ ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ നമ്മൾ സ്കെയിലിന് വരായിട്ട് സെൽഫ് പ്രിപ്പയർഡ് ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഓക്കെ, അത് ക്വാണ്ടിറ്റേറ്റീവിലാണ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിൽ എത്താൻ വേണ്ടി പറ്റും. പാർട്ടിസിപ്പന്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻസ് എല്ലാം ക്വാളിറ്റേറ്റീവിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ അത് കേസ് സ്റ്റഡിയിലേക്കും കണക്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഏതൊക്കെ വരും? എയും ബിയും ഡിയും. ഇതിനും ആക്ച്വലി 3 ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പുറത്താണ് ഓപ്ഷൻസ് വരുന്നത്.
മൂന്നെണ്ണം വരുന്നുണ്ട്, എയും ബിയും ഡിയും. ഇത് എ ബി ഡി ആണ് എന്ത് വരുന്നത് കേസ് സ്റ്റഡിയുടെ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. സെൽഫ് ആങ്കർഡ് റേറ്റിംഗ് സ്കെയിൽസിലുള്ള ബിഹേവിയർ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് എന്തിന്റെ ഭാഗമല്ല, കേസ് സ്റ്റഡിയുടെ മെത്തേഡായിട്ട് നമ്മൾ പറയുന്നതല്ല. നോക്കിക്കേ, എ ബി ഡി വരുന്ന ഓപ്ഷൻ ഏതാ വരുന്നത്? ഇതാണ് ഓപ്ഷൻ വരുന്നത് അല്ലെ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ചിന്തിക്കുക എങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്നുള്ള. ആ ഒരു സെൽഫ് ആങ്കർഡ് റേറ്റിംഗ് സ്കെയിൽ എന്നുള്ള ഒരു വാക്ക് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക, ബാക്കിയുള്ള എല്ലാത്തിനെയും പിടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇടാം. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, ഭയങ്കര എളുപ്പമുള്ളതാണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ്ട്രാനിയസ് വേരിയബിൾ, കണക്റ്റിംഗ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് അറിയുന്നല്ലേ. എന്താ ഡിപ്പെൻഡന്റ് വേരിയബിൾ? ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേരിയബിളിനാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അതില് എന്താ പറയാ, അതിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കും ഡിപ്പെൻഡന്റ് വേരിയബിളിൽ മാറ്റം വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ നിങ്ങളുടെ ഉറക്കവും പഠിത്തവും തമ്മിലുള്ള ഒരു സ്റ്റഡിയാണ് നടത്തുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എത്ര നന്നായിട്ട് ഉറങ്ങുന്നു അത്ര നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംഭവം. അതായത് എത്ര മണിക്കൂർ ഉറങ്ങുന്നു എത്ര പഠിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ എത്ര നേരം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത്. നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഒക്കെ ഉറങ്ങുന്ന വ്യക്തികൾക്ക് അത്രയും കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. കുറവ് ഉറങ്ങുന്ന വ്യക്തികൾക്ക് കുറച്ച് നേരം ഇരുന്നേ പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളൊരു സ്റ്റഡിയാണ് നിങ്ങൾ നടത്തുന്നത് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? ഉറക്കമാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കാരണം ഉറക്കത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ചിട്ടാണ് ആൾക്കാർക്ക് പഠിക്കാനുള്ളതിൽ ഉണ്ടാവുന്ന ചേഞ്ച് വരുന്നത് അല്ലെ. കൂടുതൽ പഠിച്ചാൽ കൂടുതൽ ഉറങ്ങുക, കുറവ് പഠിച്ചാൽ കുറവ് ഉറങ്ങുക, അങ്ങനെയല്ല നമ്മുടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. എങ്ങനെ വരുന്നത്? എത്ര നന്നായി ഉറങ്ങുന്നോ അത്ര നന്നായി പഠിക്കാൻ പറ്റുന്നു, എത്ര കുറവ് ഉറങ്ങുന്നോ അത്ര കുറവ് പഠിക്കാൻ പറ്റുന്നു. അപ്പൊ ഏതവിടെ ഇൻഡിപെൻഡന്റ്? ഉറക്കമാണ് ഇവിടെ ഇൻഡിപെൻഡന്റ്. ഉറക്കത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ് ഇപ്പുറത്തെ വേരിയബിളിൽ മാറ്റം വരുന്നത് അല്ലെ. ഇവിടെ എന്ത് മാറ്റം വരുന്നോ അതിനനുസരിച്ച് ഇവിടെയും മാറ്റം വരുന്നു. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ്. ഉറക്കം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്, പഠിത്തം എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പഠിത്തം നിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താവാനാ ചാൻസ് ഉള്ളത്? അസ്യൂംഡ് എഫക്ട് ഓഫ് ചേഞ്ച്. ഇൻഡിപെൻഡന്റ് ഉണ്ടാവുന്ന ചേഞ്ചിന്റെ എഫക്ട് കാണിക്കുക എവിടെയാണ്? ഡിപ്പെൻഡന്റ് വേരിയബിളിലായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇൻഡിപെൻഡന്റ് എന്തായിരിക്കും? അസ്യൂംഡ് കോസ് ഓഫ് ചേഞ്ച് അല്ലേ. ചിന്തിച്ചു നോക്കി, ഇൻഡിപെൻഡന്റിൽ കോസ് ഓഫ് ചേഞ്ച് ആണ് എന്ന് വെച്ചാൽ എന്താ? ഇൻഡിപെൻഡന്റ് ആണ് ചേഞ്ചിന് കാരണമാവുന്നത് അല്ലെ. ഇവിടെ ഉറക്കം കൂടുന്നതും കുറയുന്നതുമാണ് പഠിത്തത്തിന്റെ സമയം മാറാൻ കാരണം അല്ലെ. അപ്പൊ ഇവിടെ കോസ് ആണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് കോസ് ആണ്. അപ്പൊ അസ്യൂംഡ് കോസ് ഓഫ് ചേഞ്ച് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതിന്റെ എഫക്ട്, എത്ര കൂടുതൽ പഠിക്കാൻ പറ്റി, ഇതിന്റെ എഫക്ട്. നമ്മൾ നല്ല ഉറങ്ങിയാൽ നന്നായി പഠിക്കാൻ പറ്റി, അതതിന്റെ എഫക്ട് അല്ലേ. കുറവ് ഉറങ്ങിയാൽ കുറവ് പഠിക്കാൻ പറ്റി, അതതിന്റെ എഫക്ട്. അപ്പൊ ആ എഫക്ട് ഓഫ് ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡിങ് കണക്ട് ചെയ്തില്ലേ? കണക്ട് ചെയ്തു. ഇനി കണക്റ്റിംഗ് വേരിയബിൾ. കണക്റ്റിംഗ് വേരിയബിൾ എന്നുള്ള വാക്കിന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? കണക്ട് ചെയ്യുന്നതാണ്. എന്തോ സംഭവങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. അപ്പൊ നോക്കിക്കേ, നെസസറി ഇൻ സർട്ടൻ സിറ്റുവേഷൻ ടു കംപ്ലീറ്റ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് അല്ലെ. കണക്ട് ചെയ്യുന്ന വേരിയബിൾ ആണ്. കോസ് എഫക്ട് റിലേഷൻഷിപ്പിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെസസറി ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണക്റ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ്ട്രാനിയസ് വേരിയബിൾ. എക്സ്ട്രാനിയസ് വേരിയബിളിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂയിസൻസ് വേരിയബിൾ എന്നാട്ടോ പറയാം. അത് ഓർത്ത് വെക്കണേ. ന്യൂയിസൻസ് വേരിയബിൾ ചിലപ്പോൾ കാണും. എന്നാൽ ന്യൂയിസൻസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത വെറുതെ വന്ന് തലയിടുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ്ട്രാനിയസ് വേരിയബിൾ. അപ്പൊ നമ്മളുടെ പഠനത്തിൽ ആ വേരിയബിളിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. നമുക്ക് ആവശ്യമില്ല വേരിയബിളിന്. എന്നാൽ പോലും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പുട്ടിന് പീര പോലെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടായിരിക്കും. അത്തരം വേരിയബിൾസിനാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. നോട്ട് മെഷർഡ് ബട്ട് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ മാഗ്നിറ്റ്യൂഡ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ മെഷർ ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമില്ല. അതിന് ന്യൂയിസൻസ് ആണത്. ആ സംഭവം തലവേദനയാണ്, അതിന് നമുക്ക് വേണ്ട. മെഷർ ചെയ്യുന്നില്ല. പക്ഷെ ഇത് എന്ത് ചെയ്യും? ഈ റിലേഷൻഷിപ്പ്, ഇവർ രണ്ടുപേരും നമ്മൾ ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റും നമ്മളുടെ റിലേഷൻഷിപ്പിനെ സാരമായി ബാധിക്കുന്നുണ്ടായിരിക്കും. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും റിലേഷൻഷിപ്പിന്റെ മാഗ്നിറ്റ്യൂഡിനെ ബാധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾ ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തലവേദനയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ശരി. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാ ഇതിന്റെ ആൻസർ വരുന്നത്? A2B1 C3D4. A2B1 C3D4 കിട്ടിയാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, ഇത് മാച്ച് ഫോളോയിങ് ആണ്. മാച്ച് ഫോളോയിങ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഏതെങ്കിലും രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ ഉത്തരത്തിലെത്താൻ ഭയങ്കര സുഖമായിരിക്കും. നോക്കിക്കോളൂ. നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കാം, റൈറ്റ് സൈഡ് നോക്കാം. ഐഡന്റിഫൈഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വൽസോ ഗ്രൂപ്പോ ഐഡന്റിഫൈ ചെയ്യുന്ന നീഡ്സിന് നമ്മൾ എന്താ പറയുക? ഇൻഡിവിജ്വൽസോ ഗ്രൂപ്പ്സോ ഐഡന്റിഫൈ ചെയ്യുന്നത്. എനിക്കൊരു നീഡ് ഉണ്ട്, ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ആ നീഡ് ഞാൻ എന്താ പറയുക? എന്റെ ഫെൽറ്റ് നീഡാണ്. എനിക്ക് തോന്നുന്നു എന്റെ നീഡ് ഇതാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിന് തോന്നുന്നു ഇതാണ് നീഡ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദെയർ ഫെൽറ്റ് നീഡ്.
നമുക്ക് തോന്നുന്ന നീഡാണ് നമ്മളുടെ ഫെൽറ്റ് നീഡ് എന്ന് പറയുന്നത്. അതാവണം നമ്മുടെ റിയൽ നീഡ് എന്ന് ഉറപ്പില്ല അല്ലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോ മന്തി കഴിക്കണം, അതാണ് എന്റെ ഫെൽറ്റ് നീഡ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ ഇപ്പോഴത്തെ ഫെൽറ്റ് നീഡ് മന്തി കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതായിരിക്കണം എന്റെ റിയൽ നീഡ് എന്നുണ്ടോ? ഇല്ല. എന്റെ ചിലപ്പോൾ റിയൽ നീഡ് എന്ന് പറയുന്നത് എനിക്കൊരു ജോലി വേണം, ജോലിയായിട്ട് പൈസ ഉണ്ടാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി മന്തി കഴിക്കാം അല്ലെ. മന്തി കഴിക്കുക എന്നുള്ളത് എന്റെ ഫെൽറ്റ് നീഡ് ആയിരിക്കും. എനിക്കിപ്പോ തോന്നുന്നു എനിക്ക് മന്തി കഴിക്കുക എന്നുള്ളത് അതാണ് എന്റെ നീഡ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ മന്തി കഴിക്കാൻ എന്റെ പൈസ ഇല്ല. അപ്പൊ പൈസ ഉണ്ടാക്കണമെങ്കിൽ ജോലിക്ക് പോകണം. ജോലിക്ക് പോകുമ്പോൾ ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ റിയൽ നീഡ് ഉണ്ടായിരിക്കുക. എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുക മന്തി എനിക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? So that is felt need identified by individuals or groups. Individuals or group identify ചെയ്യുന്നതിനെയാണ് felt need എന്ന് പറയുന്നത്. ഇനി define according to experts അല്ലെങ്കിൽ professional standards. എക്സ്പേർട്സിന്റെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സോ ഡിഫൈൻ ചെയ്യുന്ന സംഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമേറ്റീവ് നീഡ്സ് എന്നാണ് നമ്മൾ അതിനെ പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു രണ്ട് സംഭവം നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. ഈ രണ്ടെണ്ണം ഞാൻ മാർക്ക് ചെയ്തു എന്ന് വെച്ചോ, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് എക്സ്പേർട്സ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഡൗട്ട് വന്നേക്കാം. അപ്പൊ നമുക്ക് അവിടെ ആ രണ്ടും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ. ഇനി നോക്കിയാൽ ഐഡന്റിഫൈഡ് ത്രൂ കമ്പാരിസൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എമംഗ് റിലേറ്റീവ് ഗ്രൂപ്പ്സ്. ഇതാണ് നിങ്ങളുടെ കീ എന്ന് പറയുന്നത്. ഇവിടെ കമ്പാരിസൺ നടത്തിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന നീഡ്സിന് നമ്മൾ എന്താ പറയാ? കമ്പാരിറ്റീവ് നീഡ്സ്. സിമ്പിൾ അല്ലേ അത്? ഇപ്പൊ 3D ആണെന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റണം. കമ്പാരിസൺ വഴി നമ്മൾ നീഡ്സിനെ ഇതാക്കുന്നു. ഐഡന്റിഫൈഡ് ത്രൂ കമ്പാരിസൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന നീഡിന് എന്ത് പറയും? കമ്പാരിറ്റീവ് നീഡ്. കമ്പയർ ചെയ്യുന്ന നീഡ്സ് കമ്പാരിറ്റീവ് നീഡ്സ്. എഴുതിക്കൂടെ? 3D എഴുതിക്കൂടെ? അതാണ് നിങ്ങളുടെ കീ. 3D ആണെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണം. ഇനി പബ്ലിക് ആർട്ടിക്കുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് നീഡ്സ്. ഇൻഡിവിജ്വൽസിന്റെ നീഡ്സിനെ പബ്ലിക്കലി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പരസ്യമായിട്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. എക്സ്പ്രസിന് നീഡ് ആവാനുള്ള ചാൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ നമ്മളുടെ കൺസെന്റ് എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ പറയാല്ലേ, നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നു, പുറമേ കാണിക്കുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ള അല്ലെ. അപ്പൊ പുറത്ത് ആളുകളിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന നീഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പബ്ലിക് ആർട്ടിക്കുലേഷൻ, എക്സ്പ്രസ്ഡ് നീഡ്സ് എന്ന് പറയുന്നത്. അതും ഇതൊന്നും കണക്ട് ചെയ്തൂടെ? ആ വാക്കുന്നതിന്റെ അർത്ഥത്തിലേക്ക് എത്തിക്കൂടെ? സോ C4 ആണ് D3 ആണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഉത്തരത്തിൽ എത്താൻ പറ്റുമെന്ന് നോക്കിക്കേ. ഓ, കറക്റ്റ് ആയിട്ട് എത്തിക്കൂടെ? C4 വരുന്ന ആകെ ഒന്നേ ഉള്ളൂ, കമ്പാരിറ്റീവ് നീഡ്സ് അല്ലെങ്കിൽ D3. കണ്ടോ? കമ്പാരിറ്റീവ് നീഡ്സ് കമ്പാരിസൺ നടത്തുന്നതാണെന്ന് വരുന്ന ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ വേണ്ടി പറ്റും. ഇത്ര സിമ്പിൾ ആയിരിക്കും മാച്ച് ഓഫ് ഫോളോവിംഗ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങളുടെ കീ ഇരിക്കുന്നുണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് ഉത്തരത്തിൽ സിങ്ക് ആയിട്ട് എത്താനും പറ്റും. ഓക്കെ, ശരി, ക്ലിയർ അല്ലേ അത്? ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ എവിടെയെങ്കിലും ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം വേറെ 10 ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ, ശരി, താങ്ക് യു.